വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഈസ് വെൽക്കം. മറക്കണ്ട, നമ്പർ ഒന്നുകൂടി പറയാം: 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ. ഹലോ ഹലോ ആ ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. എന്റെ പേര് വിശ്വാസിയ. അതെ മുസ്ലിമാണ്. പറയൂ, എന്തായിരുന്നു സാർ വിളിച്ചത്? ഇതെന്നെ വായിക്കോണം, വളരെ വായിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയിലൊക്കെ വിളിച്ചത്. റേഡിയോ പോലും ഞാൻ വിളിച്ചിട്ടില്ല. നിങ്ങളെ ശബ്ദം കുറവാണ്, ഉറക്കെ പറയൂ. ആ ആദ്യമായിട്ട് കിട്ടിയപ്പോൾ വളരെ സന്തോഷം. ശബ്ദം ഞാൻ കൂട്ടി പറയൂ, കേൾക്കുന്നില്ല. ഹലോ. പറയാം. ഹലോ. ആ ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെ വിളിക്കുന്നത്. ആ ആ അപ്പൊ കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. ആയിക്കോട്ടെ, എന്നാ ബിസ്മിൻ ചൊല്ലി തുടങ്ങിക്കോ. ആ ഉം. എനിക്ക് സംശയങ്ങളൊന്നുമില്ല. പിന്നെ ചില കൺസെപ്റ്റുകളുണ്ട്, സ്വന്തമായിട്ടുള്ള സെൽഫ് കൺസെപ്റ്റുകൾ. സ്വന്തമായിട്ടുള്ള കൺസെപ്റ്റ്സോ? അതെ അതെ. സ്വന്തമായിട്ടുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് വിഭിന്നമാണോ? ഇസ്ലാമിനെ പറ്റി. ഇസ്ലാമിനെ പറ്റി ഇസ്ലാമിന് ബന്ധമില്ലാത്ത സ്വന്തം കൺസെപ്റ്റ്സ് ആണോ, അതോ അത് ചില ചേഞ്ചുകൾ വരുത്തണം എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റുകൾ. ഇസ്ലാമിനെ ചേഞ്ച് വരുത്തണം? ആ ശരി. അതിപ്പോ എന്നോട് പറയേണ്ട കാര്യം എന്താ ഉള്ളത്? നിങ്ങള് ഇസ്ലാമിനകത്തുള്ള ആളുകളോടല്ലേ പറയണ്ടേ? സാറൊന്നും പബ്ലിഷ് ചെയ്യുമ്പോ അത് ശ്രദ്ധയിൽപ്പെട്ടോളൂല്ലോ ചിലരുടെ. അതാണ് ഉദ്ദേശം. പറയൂ, അതെ. എന്താണ് താങ്കളുടെ വിഭിന്നമായ ഒരു ആശയങ്ങള്? ഞാൻ ഈ നിങ്ങളെ ശബ്ദം കുറവാണ് കേട്ടോ, ലേശം കൂടി ഉറക്കെ പറഞ്ഞാൽ കേക്കാം. ഇനി എന്റെ ആ കുഴപ്പമാണോ? പറയൂ. ഞാൻ കുറച്ച് സാറിന്റെ വാട്സാപ്പിൽ കുറച്ച് ഇതായിട്ടുണ്ടായി, കൺസെപ്റ്റുകൾ ഇട്ടുണ്ടാവും. ഓ വാട്സാപ്പിൽ കുറച്ച് കൺസെപ്റ്റുകൾ ഇട്ടുണ്ടായിരുന്നു. വാട്സപ്പില് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നോ? മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. പറയൂ. അപ്പൊ എന്താന്ന് വെച്ചാല് ഇസ്ലാമിന്റെ തൗഹീദ് ശരിയാണ്. തൗഹീദ് ശരിയാണ്. അതെങ്ങനെ മനസ്സിലായി? അത് ഏകദൈവ വിശ്വാസവും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്നു. സത്യമാണെന്ന് മനസ്സിലായി. വിശ്വസിക്കുന്നു. അതെങ്ങനെ സത്യമാണെന്ന് വിശ്വസിക്കുന്നു എന്നാണോ, അത് സത്യമാണെന്ന് മനസ്സിലായി എന്നാണോ? വിശ്വസിക്കുന്നു. സത്യമാണെന്നില്ലല്ലോ, അത് തെറ്റായി കൂടെ? തെറ്റാവാം. ഓക്കെ. അപ്പൊ തെറ്റായ ഒരു കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, തെറ്റും ശരിയാവാലോ. ശരിയാണെന്നും പറയാൻ പറ്റില്ലല്ലോ. 50-50 അല്ലേ ചാൻസ്? അതെ 50-50. ശരി. അപ്പോ നിങ്ങൾ തെറ്റാവാൻ സാധ്യതയുള്ള ഒരു സാധനത്തിലാണ് ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്നത്. അതെ. ആയിക്കോട്ടെ. അത് മഹ്ശറയിലെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. മഹ്ശറിൽ ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെയല്ലല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം എന്താ പഠിപ്പിക്കുന്നത്? ഇസ്ലാം തെളിവ് ഉദ്ധരിക്കുന്നുണ്ട് ഖുറാനിലൊക്കെ. ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ലല്ലോ. ഇസ്ലാം പഠിപ്പിക്കുന്നത് തൗഹീദ് ശരിയാണ് എന്നും അത് ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ അയച്ചു എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു സംശയം ഇസ്ലാമിനില്ലല്ലോ. ഇല്ല. നബിമാർക്കുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഒരാൾ വന്നാണ്. കേട്ടില്ല. ഇവിടെ ഒരു പയ്യൻ വന്നതാണ് എന്റെ അടുത്ത്. അപ്പൊ അവനോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടോ? പറയൂ. അതായത് നിങ്ങൾ പറഞ്ഞത് ശരിയാവാനും തെറ്റാവാനുള്ള സാധ്യത ഉണ്ടെന്നും ഞാനത് പറഞ്ഞപ്പോ നിങ്ങൾ സമ്മതിക്കുകയും അതുകൂടാതെ അത് ശരിയാണോ തെറ്റാണോ എന്ന് മഹ്ശറിൽ എത്തുമ്പോ അറിയുന്നതാണ് പറഞ്ഞത്. അതെ. അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നതെന്നാണ് ഇപ്പൊ നമ്മൾ കാണിച്ചു തന്നത്. ഇസ്ലാം പറയുന്നത് അത് ശരിയാണ് എന്നും അതേ ശരിയുള്ളൂ എന്നുമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇസ്ലാം പ്രൂഫായിട്ട് പറയുന്നത് ഖുർആനാണ്. അതാണ് ഇസ്ലാമിന്റെ കുഴപ്പം. അതിനെ നമ്മള് ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയും, അല്ലെങ്കിൽ സർക്കുലർ ഫാലസി എന്നൊക്കെ നമ്മൾ പറയും. അതായത് തൗഹീദാണ് ശരി എന്ന് നിങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ അള്ളാഹു ആണ് ഏകദൈവം എന്ന് നിങ്ങൾ പറയുന്നു എന്ന് എവിടെ പറഞ്ഞു? ഖുർആനിൽ പറഞ്ഞു. ഖുർആനിൽ ആര് പറഞ്ഞു? അള്ളാഹു പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ശരിയാവൂ? ഖുർആനി പടത്തുണ്ടെന്നൊക്കെ ശരിവെക്കുന്നുണ്ട്. എങ്ങനെ? സയൻസും ഇതിനെ ശരിവെക്കുന്നുണ്ട്. സയൻസ് എങ്ങനെ ശരിവെക്കുന്നത്? സയൻസിലെ തെളിവുകള്
പുറത്തുനിന്നുള്ള തെളിവുകളല്ലേ, അകത്തുനിന്നുള്ള തെളിവല്ലല്ലോ. ഇസ്ലാമിനെ വിമർശിക്കണമെന്ന ഉദ്ദേശത്തോടെ ചില ഉം. ശാസ്ത്രജ്ഞര് ആ. ചില വികസിത രാജ്യങ്ങളിൽ പഠനം നടത്തുകയും ഇസ്ലാം ഉം. സത്യമാണെന്ന് തെളിയുകയും അവരെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ് ഒരു ഉദാഹരണം പറയൂ. ബുക്കായി, ഡോക്ടർ ബുക്കായി. ബുക്ക് ഇതൊന്നും നിങ്ങൾ ഇതുവരെ വിട്ടിട്ടില്ലേ? ഇതൊക്കെ എന്നോ ഇല്ല, പൊളിച്ച് കയ്യിൽ വെച്ച് തന്ന അവര് തന്നെ വിട്ട സാധനമാണല്ലോ. നിങ്ങൾ ഇപ്പോഴും പൊക്കിക്കൊണ്ട് നടക്കുകയാണോ? അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, അല്ല, നിങ്ങൾ ബുക്കായുടെ കാര്യം അറിഞ്ഞിട്ടില്ലേ? മോറിസ് ബുക്കായി അല്ലേ ഉദ്ദേശിച്ചത്? അതെ, മോറിസ് ബുക്കായി, മോറിസ് ആ, ബുക്കായി. അതൊക്കെ കയ്യില് പൊളിഞ്ഞിരുന്ന സാധനമല്ലേ? അത് ഇപ്പോഴും അതൊക്കെയാണോ പൊക്കിക്കൊണ്ടുവരുന്നത്? സിന്ദാനി അതെ. പ്രൊജക്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഏ സിന്ദാനി പ്രൊജക്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല, വരുന്നില്ല. ആ, അതൊരു ആഗോള ഇസ്ലാമിക പദ്ധതിയായിരുന്നു. ഈ ഉവ്വ. ശാസ്ത്രം ഇസ്ലാമിലുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢ പദ്ധതി, ഇല്ലാത്ത തെളിവുണ്ടാക്കുക. ആ അതിന്റെ ഭാഗമായിരുന്നു ബുക്കായി ഒക്കെ. ആ അതൊക്കെ ശാസ്ത്രലോകവും തള്ളി, ഇസ്ലാമിക ലോകവും അല്ല, തള്ളി. പുള്ളി ഇത് പഠിക്കുന്നതിന് മുമ്പ് മുസ്ലിം ആയിരുന്നില്ല. അതൊക്കെ എല്ലാരും തള്ളിക്കളഞ്ഞു. പുള്ളിയും അത് അതെ, നിരസിച്ചു, നിഷേധിച്ചു. അതെ, അതറിഞ്ഞോ? അതറിഞ്ഞില്ല. അതും കൂടി അറിയണ്ടേ? ആ പുള്ളി നിങ്ങളിപ്പോ ഇസ്ലാം ഈ സ്വീകരിച്ചല്ലോ. നിങ്ങളിപ്പോ ഈ പറയുന്ന മാതിരി ഞാനും പറഞ്ഞു നടന്നിരുന്ന ആളാണേ. ആ ആ ജാക്കിർ നായിക്കിന്റെ എം എം അക്ബറിന്റെ ഒക്കെ പ്രസംഗം കേട്ടിട്ട് ഇതൊക്കെ വിശ്വസിച്ച് അതൊക്കെ ആളുകളുടെ അടുത്ത് തള്ളിമറിച്ച് നടന്നിരുന്ന ആളാണ്. പിന്നെയാണ് മനസ്സിലാവുന്നത് ഇതൊക്കെ പൊള്ളയാണെന്ന്. ഞാൻ സുന്നിയാണ്. അതാണ് പ്രശ്നം. നിങ്ങൾ സുന്നിന്ന് ഇപ്പോ ഇസ്ലാമിലേക്ക് പകുതി അല്ലെങ്കിൽ ഈ സലഫി ദാവയിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. ഇല്ലില്ല, അതൊന്നുമില്ല. നിങ്ങളിപ്പോ ഈ പറയുന്ന സാധനം അതിന്റെ ഭാഗമാണ്. ആ ഈ അതെ, അതെ, ആ അതെ. ഈ മോറിസ് ബുക്കാനൊക്കെ കൊണ്ടുവന്നത് ആരാ? സുന്നി പണ്ഡിതന്മാരാണോ? അല്ലല്ലോ, സലഫികളാണ്. അല്ലേ? ആണോ? സലഫി ആശയക്കാരല്ലേ അവരെയൊക്കെ പൊക്കിക്കൊണ്ടുവന്നത്. ഈ സിന്ദാനി ആ എന്ന് പറയുന്നത് ആരാണ്? അത് സലഫി ആശയവും. ഏഹ് സലഫി. സലഫി. അപ്പോ കാര്യം മനസ്സിലായോ? മനസ്സിലായെന്ന് തോന്നുന്നു. ആ ഇതാണ് അതിന്റെ പ്രശ്നം. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് എന്താണെന്ന് വെച്ചല്ലേ, ആ ഇസ്ലാമിന്റെ തൗഹീദ് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ പക്ഷെ ഉം, അതിന്റെ ജീവിത നിയമങ്ങളുണ്ടല്ലോ. ജീവിത നിയമങ്ങൾ. ആ അതൊരിക്കലും ഒരു ആപ്ലിക്കബിൾ അല്ല. അത് ഒരിക്കലും ശരിയല്ല. ഇസ്ലാമിന്റെ ജീവിത നിയമങ്ങൾ ശരിയല്ല. ശരിയല്ല. അത് ശരി. എത്ര ശതമാനം ശരിയല്ല? ഇസ്ലാമിന്റെ ആരാധനകളൊക്കെ ശരിയാണ്. ആരാധനകൾ ശരിയാണ്. ഉം. ഇപ്പൊ ഈ ചേലാകർമ്മമൊക്കെ ശരിയാണോ? സ്ത്രീ അതൊക്കെ ചേലാകർമ്മം. ശരിയാണ്. എല്ലാം ശരിയാണ്. സ്ത്രീ ചേലാകർമ്മം ശരിയാണ്. സ്ത്രീജലകർമ്മം ഭംഗി വർദ്ധിപ്പിക്കുന്നു. ഓ, ഭംഗി വർദ്ധിപ്പിക്കും. ഭംഗി വർദ്ധിപ്പിക്കോ? ഉം. സ്ത്രീ ചേലാകർമ്മം. അതെ, അതെ. അത് നിങ്ങൾ ഓക്കെയാണ്? ഓക്കെയാണ്, ഓക്കെയാണ്. ഓ, അത് ശരി, കൊള്ളാലോ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെയൊക്കെ പറയാനുള്ള എന്ത് അവകാശമാണുള്ളത്? ഇപ്പൊ ഹിന്ദുക്കളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതക്കാരോ ഒക്കെ ചെയ്യുമ്പോ നിങ്ങൾ ചെയ്യുന്ന ഞാൻ ഒരു അന്ധവിശ്വാസമല്ലേ അത്? മറ്റു മതങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല. അല്ല, ഞാൻ കുറ്റപ്പെടുത്തിയെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. മറ്റു ആ മതങ്ങളിലെ അന്ധവിശ്വാസങ്ങളും നിങ്ങളുടെ മതത്തിലെ അന്ധവിശ്വാസങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? കാര്യമായിട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഓ, അത് വളരെ ആഴത്തിലൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഇതിപ്പോ വീണ്ടും നിങ്ങൾ പറയണ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ആരെ കാശ് കൊടുത്ത് വിളിപ്പിക്കണ പോലെ തോന്നുള്ളൂ. ഇതിങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ സാധിക്കുന്നത്? എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഏ താങ്കളെങ്കിലും എന്നെ അറിയട്ടെ എന്ന് വിചാരിച്ച എന്റെ ഒരു അഭിപ്രായം പറയുകയാണ്. നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയും. ഇതിപ്പോ നമ്മൾ ഓഡിയോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴേ ആ ഇത് ആൾക്കാർ വിചാരിക്കും ഞാൻ കാശ് ഒന്ന് വിളിപ്പിക്കണമെന്ന്. ഇങ്ങനെ ഉണ്ടാവോ കോയമാരെന്ന് വിചാരിക്കൂല്ലേ ആൾക്കാർ? ഞാനൊരു ഇസ്ലാമിനെ മുല്ലാക്കോയ. ഇസ്ലാമിനെ താറടിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആളുകൾക്ക് കാശ് കൊടുത്ത് ഞാൻ വിളിപ്പിക്കണമെന്നല്ലേ പറയാ? അല്ല, അതൊരിക്കലും ഇല്ല. താങ്കൾ സാക്ഷ്യം ഒന്നും തന്നിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ താങ്കളുടെ നമ്പർ പബ്ലിഷ് ചെയ്യട്ടെ. ആർക്കെങ്കിലും ഇനി ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് വിളിച്ച് അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാലോ ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. അത് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. ഇങ്ങനെ മണ്ടത്തരമൊക്കെ പറയുന്നവരോട് ഇനിയിപ്പോ എനിക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ആ പറഞ്ഞൊന്നും പൂർത്തിയായിട്ട് പറഞ്ഞില്ല. പറയൂ. ഇസ്ലാം തൗഹീദ് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. ജീവിത നിയമങ്ങൾ ഒരിക്കലും ശരിയല്ല. ശരി. അത് സ്ത്രീയുടെ വിഷയത്തിലായാലും ഉം, ബിസിനസിന്റെ വിഷയത്തിലായാലും ഉം. അതുപോലെ മറ്റു ശിക്ഷാ നടപടികൾ ആയാലും ഏതിന്? ശിക്ഷാ നടപടികൾ ശിക്ഷാ നടപടികൾ. ശിക്ഷ ശിക്ഷ ഇസ്ലാമിലെ ഉം. അതും അതുപോലെ സിവിൽ ക്രിമിനൽ കാര്യങ്ങൾ, മനസ്സിലായി. അതുപോലെ അതിന് വൈവാഹികം, ദാമ്പത്യം. അതിനൊക്കെ എന്താ കുഴപ്പം? ഓരോന്നോരോന്നൊന്ന് അത് പറഞ്ഞു തന്നെ. ആധുനിക യുഗത്തിൽ ഒരിക്കലും യോജിക്കില്ല. ഒരു ഉദാഹരണം പറയൂ.
ഉദാഹരണം ഏത് നിയമം എടുത്ത് പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ശിക്ഷാ നിയമങ്ങൾ എടുക്കൂ, എന്താണ് അതിലെ പ്രശ്നം? ഒരു വ്യഭിചാരം എന്ന് തന്നെ എറിഞ്ഞു കൊല്ലണം, അടിച്ചു കൊല്ലണം എന്നൊക്കെ പറയാം. ആ അതൊക്കെ ഒരു ആപ്ലിക്കബിൾ അല്ല, ഒരിക്കലും ആപ്ലിക്കബിൾ അല്ല. എന്തേ? ഒരു മനുഷ്യന് ഒരു വ്യഭിചാരം നടത്തിയെന്ന പേരിൽ പരസ്പരം സമ്മതത്തോടെ നടത്തുന്ന വ്യഭിചാരമായാലും ഇത് തന്നെയാണ് ശിക്ഷ. പരസ്പരം പീഡനമല്ല ഞാൻ ഉദ്ദേശിച്ചത്, വ്യഭിചാരം. ആ പരസ്പരം വ്യഭിചാരമാണെങ്കിലും സമ്മതത്തോടെയുള്ള വ്യഭിചാരം, സമ്മതിച്ചുകൊണ്ടാണ് അവർ ആ സ്വകാര്യമായി നടത്തുന്നതാണെങ്കിൽ ആ ഇത് സമൂഹം അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശിക്ഷിക്കുകയാണ്. ഉം അത് ശരിയല്ല. ഇസ്ലാമിൽ അല്ലെങ്കിലും ഇത് ഒരു ആ, ഒരു ഇരട്ടത്താപ്പുള്ള ഒരു നിയമമാണല്ലോ. ആ ഇസ്ലാമില് സ്വതന്ത്ര സ്ത്രീകളെ മാത്രമേ നിങ്ങൾക്ക് വ്യഭിചരിച്ചാൽ തെറ്റുള്ളൂ. ആ അടിമ സ്ത്രീകളെ നിങ്ങൾക്ക് വ്യഭിചരിക്കാം, ഉവ്വ. കാഫിറുകളെ നിങ്ങൾക്ക് വ്യഭിചരിക്കാം. ആ അപ്പൊ അതുണ്ടോ? അതിനെ വ്യഭിചാരം എന്ന് പോലും വിളിക്കൂലല്ലോ. ആ അപ്പോഴോ സ്വതന്ത്രരായ മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ ലൈംഗികമായിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അവരെ വ്യഭിചാരം എന്നൊക്കെ നിങ്ങൾ വിളിക്കുക, അതും വേറൊരാളുടെ ഓണർഷിപ്പിലുള്ളതാണെങ്കിൽ. ഉവ്വ. അല്ലെങ്കിൽ അതും പ്രശ്നമില്ല. കാഫിറിനെയും വ്യഭിചരിക്കാൻ പാടില്ല. കാഫിറിനെ വ്യഭിചരിക്കാലോ. കാഫിറിനെ പാടില്ല. പോയി യുദ്ധം ചെയ്ത് അവരെ കീഴ്പ്പെടുത്തുക, എന്നിട്ട് അവരെ ആ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ ആ അങ്ങനെയാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ഫലസ്തീൻ ഇസ്രായേലിൽ നിന്ന് ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാൽ അങ്ങനെ കിട്ടും. ഇസ്രായേലിൽ നിന്ന് പിടിച്ചോണ്ട് പോവാം. ഇപ്പൊ നമ്മളെ കാശ്മീരി പണ്ഡിറ്റുകളെയൊക്കെ പിടിച്ചോണ്ട് പോയത് അങ്ങനെയല്ലേ. ആ ബംഗ്ലാദേശിൽ ഇപ്പൊ പിടിച്ചോണ്ട് പോയിട്ട് വ്യഭിചരിക്കുന്ന കണ്ടിട്ടില്ലേ? അതൊക്കെ വളരെ മോശം. പാകിസ്ഥാനിൽ നടക്കുന്ന കണ്ടിട്ടില്ലേ? എനിക്ക് താങ്ങാൻ പോലും പറ്റുന്നില്ല. നമുക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ മതത്തിനെ വിമർശിക്കേണ്ടി വരുന്നത്. ഇന്നിപ്പോ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും ഈ വിഷയം ആരാ നടത്തുന്നത്? ഏത് മതമാണ് നടത്തുന്നത്? ഹിന്ദുക്കൾ നടത്തുന്നുണ്ടോ? ക്രിസ്ത്യാനികൾ നടത്തുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അത് മുസ്ലിങ്ങളല്ലേ നടത്തുന്നത്. ആ അത് ഇസ്ലാമിന്റെ നിയമം ഉപയോഗിച്ചല്ല അവര് നടത്തുന്നത്. അതെ, അപ്പൊ പിന്നെ നമുക്ക് ഇസ്ലാമിനെ വിമർശിക്കണ്ടേ? അവിടെ ചൂണ്ടിക്കാണിക്കണ്ടേ? വേണ്ടി വരും. അപ്പോ നമ്മൾ എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം ആധുനിക യുഗത്തിൽ എന്തായാലും വേണ്ടി വരും? അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു എന്നുള്ള നിലവിളിക്ക് വല്ല പ്രസക്തി ഉണ്ടോ? അത് പ്രസക്തി ഉണ്ടോന്ന് വെച്ചാൽ എല്ലാ മതങ്ങളെയും വിമർശിക്കണം. അതാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഈ അന്യമതസ്ഥരായ ആളുകളിൽപ്പെട്ട സ്ത്രീകളെ പിടിച്ചു കെട്ടി അവരെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്ന ആ പണി ഇന്ന് ഹിന്ദുക്കൾ ചെയ്യുന്നുണ്ടോ? ഹിന്ദുക്കള് ഈ ജൂതന്മാരുടെ സാറാക്കളൊക്കെ അത് ചെയ്യുന്നുണ്ട്. ഓ ജൂതന സാറാക്കൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചെയ്യുന്നുണ്ടോ അവര്? ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എവിടെ ചെയ്യുന്നുണ്ട്? ഈ ഇസ്രായേൽ പിടിച്ചിട്ടുണ്ടോ, ഫലസ്തീനെ പിടിച്ചിട്ടുണ്ടായാലും അങ്ങനെ തന്നെ ചെയ്യുന്നത്. എത്ര പേരെ അങ്ങനെ ചെയ്തു? ഒരു ഉദാഹരണം പറയും. വീഡിയോകളൊക്കെ നമുക്ക് കാണാവുന്നേ. അതായത് ഹമാസിന്റെ അവിടെ വന്ന് പാലസ്തീനികളെ പിടിച്ചോണ്ട് പോയിട്ട് ജൂതന്മാര് IDFന്റെ പട്ടാളക്കാര് അവരെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതിന്റെ ഒരു തെളിവ് നിങ്ങൾ വെക്ക്. തെളിവ് വീഡിയോകൾ ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട്. ഒരെണ്ണം തരൂ. ഒരെണ്ണം തന്നാൽ എനിക്ക് അയച്ചാൽ മതി വാട്സാപ്പിൽ. നമ്മൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ അത് അതിനകത്ത് ബ്ലർ ചെയ്തിട്ടാണെങ്കിൽ അതിനകത്ത് ഞാൻ വെക്കും, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഞാൻ വെക്കും. ഇത് വളരെ മോശമല്ലേ? ബന്ധിപ്പിക്കുന്ന രംഗമാണ്. അതാ പറയുന്നത്. നിങ്ങൾ ഒരു തെളിവ് വെക്ക്, അല്ലെങ്കിൽ ഒരു പത്രവാർത്ത വെക്ക്. നിങ്ങൾക്ക് ഞാൻ മുസ്ലിങ്ങൾ ചെയ്യുന്നതിന്റെ പത്രവാർത്ത ഞാൻ അങ്ങോട്ട് മഴ പോലെ അയച്ചു തരാം. നെറ്റിൽ അടിച്ചാൽ കിട്ടും. അതാ പറയുന്നേ. നിങ്ങൾ ഒരെണ്ണം വെച്ചതാ. നിങ്ങൾ ഈ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലാത്തത് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. IDFന്റെ പട്ടാളക്കാരൊന്നും സ്ത്രീകളെ പിടിച്ചോണ്ട് പോയിട്ട് ബലാത്സംഗം ചെയ്തിട്ടില്ല. ഈ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിലുണ്ടല്ലോ, ഇന്ത്യയിൽ നല്ലൊരു മതം രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഇന്ത്യയില് നല്ലൊരു മതം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. എന്തിനാണ് ഇനി ഈ മതം അല്ലാണ്ട് ജീവിച്ചൂടെ? എങ്ങനെയെന്ന് വെച്ചാല് ഇസ്ലാമിന്റെ തൗഹീദും ഹൈന്ദവ മതത്തിന്റെ ജീവിത നിയമങ്ങളും ഒന്നിച്ചാൽ നല്ലൊരു മതം രൂപപ്പെടും. എന്തിനാണ് ഈ മതം ഇല്ലാതെ നിങ്ങൾക്ക് നല്ല നിയമം ഒക്കെ പാലിച്ച് ജീവിക്കുന്ന നല്ല പൗരന്മാരായിക്കൂടെ? എന്തിനാ ഈ മതം ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂലേ? നല്ല ആദർശം മതം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ മതത്തെ നമ്മൾ സ്വീകരിക്കാലോ. എന്തിനാണ്? അതിന്റെ ആവശ്യം എന്താണ്? ആവശ്യം മറ്റു സോഴ്സുകളെ പോലെ മതവും നല്ല ആവശ്യം നല്ല നിങ്ങൾക്ക് കാഴ്ചവെക്കുന്നു, ഇസ്ലാം മതത്തെ സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് ഓട്ടോ പൈലറ്റ് ഇട്ടിട്ട് വണ്ടി ഡ്രൈവർ ഇല്ലാതെ ഓടിക്കാൻ പറ്റുന്ന കാലഘട്ടത്തിൽ നല്ലൊരു കാളവണ്ടി നമുക്ക് ഉണ്ടാക്കാം എന്ന് പറയുന്ന പോലെയല്ലേ ഇപ്പൊ നിങ്ങൾ ഈ പറയണത്? അത് ശരിയായിരിക്കാം. നല്ല അസൽ ഹൈബ്രിഡൈസേഷൻ നടത്തിയ നല്ല അസൽ കാളകളെ കൊണ്ടുണ്ടാക്കിയ നല്ല
കുതിരനെയും 1000 കാളയെയും വെച്ച് 1000 ഉണ്ടാക്കിയ ഞാൻ ഒരു പറയട്ടെ. കാളവണ്ടി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അതിന്റെ ആവശ്യമുണ്ടോ ഇപ്പോ? ഇല്ലല്ലോ. നമ്മളിപ്പോ ഓട്ടോ ആ, പൈലറ്റ് ഇട്ടിട്ട് വണ്ടി ഓടിക്കുന്ന കാലല്ലേ. അതെ അതെ. ഇന്നത്തെ കാലത്ത് മതത്തിന്റെ ആവശ്യമില്ല. എന്നാലും പിന്നെന്തിനാ പുതിയതുണ്ടാക്കണേ? ഞാൻ പറയട്ടെ, 1000 അവസാനത്തെ ദർശനം എന്ന നിലയ്ക്ക് മതവും നമുക്ക് കാഴ്ചവെക്കാൻ സമർപ്പിക്കാം, സമൂഹത്തിലേക്ക് സമർപ്പിക്കാം. എങ്ങനെ? 1000 ദർശനങ്ങളിൽ ആ അവസാനത്തെ ഒരു ദർശനമായി മതത്തെയും നമുക്ക് സമൂഹത്തിലേക്ക് സമർപ്പിക്കാം. എന്തിനു വേണ്ടിയിട്ട്? നല്ല നല്ല നന്മയ്ക്ക് വേണ്ടിയിട്ട്, നന്മ വിലയ്ക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ഏതെങ്കിലും അന്വേഷിച്ച് ആവശ്യമില്ലല്ലോ. മതത്തിന്റെ ആദർശമാണ് കേൾക്കുന്നതിന് നന്നാവില്ലേ? അതിന്റെ ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് എത്ര നിങ്ങൾ ആയിക്കോട്ടെ, പറയൂ, നന്മ പരത്തുന്ന ആദർശങ്ങൾ 10,000 ലക്ഷമായിക്കോട്ടെ, ഇന്നത്തെ കാലത്ത് കാളവണ്ടിയുടെ ആവശ്യമുണ്ടോ? അതില്ല. ഇല്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഈ 1000 വണ്ടിയുടെ സ്ഥാനത്ത് ഒരു കാളവണ്ടി എന്ന് പറയുന്ന ഒരു വണ്ടിയും കൂടി ആയിക്കോട്ടെ എന്ന് പറയണ പോലല്ലേ? ഇതിനെ അതിനോട് മുമിക്കരുത്. അത് ഒന്ന് തന്നെയാണല്ലോ. ഇന്ന് ആവശ്യമില്ലാത്ത സാധനം, പണ്ടത്തെ ഒരു ആവശ്യത്തിന് ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു സാധനം, ഇന്ന് അത് കെട്ടിപ്പൊക്കി ഇങ്ങനെ നിങ്ങൾ പെയിന്റ് അടിച്ച് കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? ഇത് ഉണ്ടായി എന്ന് വെച്ച് വലിയ കുഴപ്പമുണ്ടോ? അതിന്റെ ആവശ്യം എന്താണെന്ന് നമ്മൾ ചോദിക്കുന്നത്. എന്തിനാണ് അതിന് മെനക്കെടുന്നത്? മെനക്കെടണ്ട. അതൊരു തൊഴില്. തൊഴിലോ? സമൂഹത്തിലെ ചില ആളുകൾക്ക് അത് മതം ഒരു എന്തായാലും തൊഴിലാണോ? വരുമാനമായി മതം ഒരു തൊഴിലാണോ? തൊഴിലായിട്ട് കാണുന്നതാണ് ഞാൻ. ആ, അത് ശരി. അപ്പൊ മത തൊഴിലാളികളെയാണോ അപ്പൊ നിങ്ങളൊക്കെ ഞാനും പ്രതികരിക്കുന്നത്? നിങ്ങളൊരു മത ഞാനും ഒരു തൊഴിലാളിയാണോ? മതത്തൊഴിലാളിയാണ്. ഞാൻ. നിങ്ങൾ ഉസ്താദാണോ? മല്ലാക്കയാണ്. മൊല്ലാക്കയാണോ? ആ. അത് ശരി. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണത്. അപ്പൊ അങ്ങനെയെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ അവർ ജീവിച്ചു പോയിക്കോട്ടെ. നിങ്ങൾക്ക് നല്ല എന്തെല്ലാം തൊഴില്. നിങ്ങൾ എത്ര വരെ പഠിച്ചു? ഞാൻ ബികോം പഠിച്ചു. ബികോം പഠിച്ചിട്ട് മൊല്ലാക്കയായിട്ടിരിക്കുക? ഏഹ് എന്താ അവസ്ഥ? അതാണ് അവസ്ഥ. അതാണ് അവസ്ഥ. നിങ്ങൾക്ക് എന്തെല്ലാം പണിയെടുക്കാം. ആ, മൊല്ലാക്ക ആവാതെ, ആളുകളെ പറ്റിക്കാതെ എന്തെല്ലാം പണിയെടുക്കാം. ഒന്നുമില്ലെങ്കിൽ നിങ്ങളല്ല ഈ ശബ്ദ ആളുകളെ മലിനീകരണം പറ്റിക്കാന്ന് ഞാൻ ഉണ്ടാക്കണത്. പറയൂല. ആളുകളെ നിങ്ങളെ ആളുകളെ പറ്റിക്കല്. 5 നേരം നിങ്ങൾ മൊല്ലാക്ക ബാങ്ക് കൊടുക്കുന്നില്ലേ? നിങ്ങൾ അതെ, കൊള്ളുന്നുണ്ട്. ഇല്ലേ? നിങ്ങൾ ബാങ്ക് കൊടുക്കുമ്പോ അള്ളാഹു അല്ലാതെ വേറെ ദൈവം ഇല്ലേ എന്നല്ലേ വിളിച്ചു പോണ് അറബിയിൽ. അതെ, അതാ. ഇസ്ലാമിന്റെ അപ്പൊ തൗഹീദ് ഒരു ദിവസം പറയുന്നു. മിനിമം നിങ്ങൾ 5 തവണ നിങ്ങൾ ആളുകളെ പറ്റിക്കണില്ലേ? ഇല്ല, സത്യമല്ലേ? ഇസ്ലാമിന്റെ തൗഹീദല്ലേ? അതെങ്ങനെ? അപ്പൊ പിന്നെ രാമനും കൃഷ്ണനൊക്കെ പിന്നെ മാങ്ങ പറിക്കാൻ പോകണം? അത് അവരുടെ ആളുകൾ അവർ പറഞ്ഞോളും. നമ്മളെ അതാ പറയണേ. അവരുടെ ദൈവം ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങള് അള്ളാഹു അല്ലാതെ വേറെ ദൈവം ഇല്ല എന്ന് പറയുമ്പോ പിന്നെ രാമനും കൃഷ്ണനും ബ്രഹ്മാവും ഒക്കെ ഇങ്ങനെ നിരന്നിരിക്കല്ലേ? ഹനുമാൻ വരെ അവിടെ ഉണ്ട്. അപ്പോഴോ വിഷ്ണു ഒക്കെ പിന്നെ അതിന്റെ എന്താണ് അവിടെ? ആളുകൾക്ക് ജീവിക്കാൻ. ഏഹ് അതിന്റെ ആളുകൾക്ക് ജീവിക്കാൻ. ഇത് എന്റെ അതാ പറയണേ. എല്ലാ മതവിഭാഗക്കാരും ഉള്ള ഒരു നാട്ടിൽ വന്ന് നിന്നിട്ട് അള്ളാഹു അല്ലാതെ വേറെ ദൈവമൊന്നും ഇല്ലട്ടോ എന്ന് ഇങ്ങനെ 5 നേരം ഇതുപോലെ വെച്ച് വിളിക്കിച്ച് കൂവുമ്പോ അതൊരു പറ്റിക്കലല്ലേ? അത് സത്യമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഏത് സത്യമാണെന്ന്? ഏകദൈവമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ അംഗീകരിച്ചോ? അംഗീകരിക്കാത്ത ആളുകൾ ഇവിടെ ഇല്ലേ? അപ്പൊ അവരോട് നിങ്ങൾ അത് മാത്രമേ ഉള്ളൂ എന്നല്ലേ ഈ പറയണത്? ലാ ഇലാഹ ഇല്ല അള്ളാ എന്നല്ലേ നിങ്ങൾ പറയണത്? അതെ, അപ്പോ ലാ ഇലാഹ എന്ന് നിങ്ങൾ ആദ്യം പറയുന്ന ഒരു നുണയല്ലേ? ഒരു എന്നെ പറ്റിക്കലല്ലേ? പോലുള്ള ആളുകൾ ആ ദൃശ്യം വിശ്വസിക്കും. നിങ്ങളെ പോലുള്ളവര് പറഞ്ഞോ. പക്ഷെ അത് വേറെയും ദൈവങ്ങളുള്ള ഒരു നാട്ടില് നിങ്ങളത് പറയുമ്പോ അത് അവരെ അവഹേളിക്കുകയും അവരെ പറ്റിക്കുകയും കൂടിയല്ലേ ചെയ്യുന്നത്? അങ്ങനെയൊന്നുമില്ല. ഇത് നിർബന്ധിക്കൊന്നുമില്ല. വിശ്വസിക്കുന്നവർ വന്നാൽ മതി. നിർബന്ധിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾ മൈക്ക് വെച്ച് പോകുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് കേൾക്കണ്ടെന്ന് വിചാരിച്ചാൽ നിങ്ങൾ അത് സമ്മതിക്കൂലല്ലോ. നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ എന്നല്ലേ പറയണത്. അതുകൊണ്ടല്ലേ മൈക്ക് വെച്ച് വിളിച്ചു പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് വെക്കാതെ വിളിച്ചാ പോരെ? ഞങ്ങളുടെ മുസ്ലിമായ ആളുകൾ കേൾക്കാൻ വേണ്ടിയാണ്. അതാ പറയണത്. അവര് മാത്രമല്ലല്ലോ കേൾക്കുന്നത്. മുസ്ലിങ്ങൾ ഇതെന്താ പട്ടി വിസിൽ പോലെയൊന്നും അല്ലല്ലോ. മൈക്ക് വെച്ച് വിളിക്കുമ്പോ എല്ലാ മനുഷ്യന്മാർക്കും കേട്ടൂടെ? അത് കേൾക്കാം. അപ്പൊ പിന്നെ നിങ്ങൾ അവരെ നിർബന്ധിക്കല്ലേ ചെയ്യുന്നത് കേൾക്കാൻ? നിർബന്ധിക്കുന്നില്ല ഒരിക്കലും. നിങ്ങൾ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് ബാങ്ക് കേൾക്കണ്ട, നിങ്ങൾക്ക് എന്നെ കേൾപ്പിക്കാതെ നിങ്ങൾക്ക് ബാങ്ക് വിളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ യു ആർ ഫോഴ്സിങ് മീ ടു ഹിയർ യുവർ അസാൻ. ആ വിഷയം അങ്ങനെ എടുക്കണ്ട. ആ വിഷയം അങ്ങനെ എടുക്കും. നമ്മളതല്ലേ കോടതിയിൽ അത് കൊടുക്കാൻ പോകുന്നത്. ബാങ്ക് വിളി നിരോധിക്കണം. മൈക്കിൽ കൂടെയുള്ള ബാങ്ക് വിളി നിരോധിക്കണം. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ സ്വകാര്യമായിട്ട് പറയാ. അള്ളാഹു അല്ലാതെ വേറെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല. മതത്തിന് സ്വാതന്ത്ര്യമില്ലേ? മതത്തിന്റെ സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷെ ബാക്കിയുള്ള ആളുകൾക്ക് കേൾക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത് നിങ്ങൾ മറന്നു പോരുത്. അത് നിങ്ങൾ മറന്നുപോയോ? വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ലേ? അതിന്റെ താഴെ വരുള്ളൂ മതസ്വാതന്ത്ര്യം. അതിന്റെ മുകളിലേക്ക് വരില്ല ഒരു മതവും. ഇല്ല. അത് ഭരണഘടന ഉറപ്പു തരുന്ന കാര്യമാണത്.
അതിന് ഒരു മതത്തിനും അതിനകത്ത് ഒരു പങ്കുമില്ല. മതത്തെ കൺട്രോൾ ഉവ്വ. ചെയ്യേണ്ട ഒരു ആവശ്യമാണ് അവിടെ വരുന്നത്. ആ. അവിടെയൊക്കെ മതം തോൽവിയാവുന്ന അങ്ങനെയാണ്. അപ്പോഴാണ് നിങ്ങൾ വേറൊരു പുതിയ കാളവണ്ടി ഉണ്ടാക്കാന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഞാൻ പറയണത് ഈ നിങ്ങളിപ്പോ അതെ ഹൈന്ദവ മതത്തിലെ ഈ ബികോം പഠിച്ചിട്ടേ, കേരളത്തിലുണ്ടല്ലോ, നിങ്ങൾ ബികോം കേരളത്തെ പഠിച്ചിട്ടേ, കേൾക്കൂ, പറയൂ പറയൂ പറയൂ. നിങ്ങൾ ബികോം അതെ, പഠിച്ചിട്ട് എത്ര നാളായി? ഞാൻ 10 കൊല്ലം കഴിഞ്ഞു. 10 കൊല്ലം കഴിഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ജോലി നോക്കിയിരുന്നോ ബികോം കാരനായിട്ട്? ഇല്ല, ഭൗതികമായിട്ടുള്ള ഒരു ജോലി ഞാൻ ചെയ്തില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ മേഖലയിലേക്ക് തിരിയാൻ കാരണം എന്താ? അത് ഞാൻ ബികോം പഠിക്കുന്നതിന്റെ കൂടെ അതും പഠിച്ചിരുന്നു. ആ, അപ്പൊ ഏത് കോളേജിലാ പഠിച്ചത്? അത് പറയണോ? പറഞ്ഞോളാം. ഏതാ സ്ഥലം എന്ന് പറഞ്ഞാൽ മലപ്പുറത്തായിരുന്നോ? അല്ല, ഞാൻ എറണാകുളം ജില്ലയില് എറണാകുളം ജില്ലയിലാണ് പഠിച്ചത്. ഉം, ഓക്കെ, മതസ്ഥാപനത്താണ്. ആ സ്ഥാപനത്തില്. ബികോം പ്ലസ് ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ഒരുമിച്ച്, മതവിദ്യാഭ്യാസം, അതെ അതെ അതെ. +2 ഒക്കെ ഒരുമിച്ച്. അതെ, പ്ലസ് ടു ഒരുമിച്ച്. ആ, ഒറ്റയടിക്ക് അങ്ങ് തീർത്തു. അപ്പൊ ഇത് ഓപ്പൺ ഡിഗ്രിയാണ് അപ്പൊ ഈ ബികോം. അതെ, ഓപ്പൺ ഡിഗ്രി പ്രൈവറ്റിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വല്ല ഈ CA പോലെയുള്ള കോഴ്സുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൂടായിരുന്നോ? ആ, അത് എനിക്ക് അത്രയും ഓർമ്മ ഒന്നും കിട്ടിയില്ല. ഓ, രണ്ടും കൂടിയുള്ള ഓർമ്മ കിട്ടിയില്ല. അപ്പൊ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് ഈ മതം കൂടി തലയിൽ പഠിച്ച് കയറ്റി വെക്കേണ്ടി വന്നോണ്ടല്ലേ നിങ്ങൾ ഭൗതിക ലോകത്ത് ഇപ്പൊ നിങ്ങൾ പരാജയമാവേണ്ടി വന്നത്? ശരിയായിരിക്കാം. ശരിയായിരിക്കാം എന്നല്ല, ശരിയാണ്. അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട് സാറേ. എന്താണ്? ഇതൊരു മൂടൻ ചതിയായിരുന്നു, ഏത്? ഈ ദർസ് പഠനം. അതെന്തേ? ഞാൻ 10ാം ക്ലാസ്സിലെ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ആ അതേസമയം മദ്രസയിലും കൂടി പോകുന്നുണ്ടായിരുന്നു. ആഹാ സ- ഞാനത് വാട്സാപ്പിൽ ഇട്ടുണ്ട്, സാറിന് വാട്സാപ്പിൽ ഇട്ടുണ്ട്. ആ അതിന്റെ പുള്ളി ഞാൻ പറഞ്ഞുതരാം. ഉം അപ്പൊ അപ്പൊ ഇങ്ങനെ SSLC പോണ സമയത്തെ ഉം മദ്രസയിലും പഠിക്കുന്നുണ്ട്. ഉം അപ്പൊ അന്ന് SSLC പരീക്ഷയായിരുന്നു, ആ മാത്സിന്റെ പരീക്ഷയായിരുന്നു, കണക്ക്. ആ ഉം അത് 10 മണിക്കാണ് സ്കൂളിൽ പരീക്ഷ. ആ അന്ന് രാവിലെയാണ് മദ്രസ നടക്കുന്നത്. അന്ന് രാവിലെ രാവിലെയാണ് മദ്രസ നടക്കുന്നത്, വെളുപ്പിന് ആ 6 മണിക്ക് 7 മണിക്ക്. ആ അങ്ങനെ മദ്രസയിൽ പോയി. അതുപോലെ ആ അപ്പൊ ഈ നമ്മുടെ ഉസ്താദ്, എന്നെ പഠിപ്പിക്കുന്ന ഉസ്താദ് ആ തന്നെ പുള്ളിയുടെ വസ്ത്രങ്ങൾ തേച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ചു. ഓ അപ്പൊ പരീക്ഷ ആണെന്ന് പറഞ്ഞിട്ടും ഉസ്താദ് സമ്മതിച്ചില്ല. അത് ശരി. ഉസ്താദെ വിളിക്കുകയും, ഞാൻ പഠിക്കാൻ വേണ്ടി വെച്ചിരുന്ന സമയമുള്ളത്, ആ അങ്ങനെ മാത്സ് പഠിക്കാൻ വേണ്ടി വെച്ചിരുന്ന സമയമാണ്. ആ വലിയ പഠിപ്പിച്ചിട്ടൊന്നുമല്ല. ആ മനസ്സിലായി. അപ്പൊ പുള്ളി തേക്കാൻ വേണ്ടി വിളിച്ചിട്ട് ഞാൻ തേച്ചു കൊടുക്കാൻ വേണ്ടി നിർബന്ധിച്ച് പോയി. പുള്ളി ഓ തേച്ചു കൊടുത്തു. ആ അങ്ങനെ എന്റെ പഠിക്കുന്ന സമയം നഷ്ടപ്പെട്ടു പോയി. ഓ നേരെ പോയി പരീക്ഷ എഴുതി തോറ്റുപോയി. ഓ 10ാം ക്ലാസ്സില്. പിന്നെ സേ എഴുതിയാണ് ഇരിക്കുന്നത്. ആ അത് ഈ ഉസ്താദിന്റെ പണിയായിരുന്നു. അപ്പൊ സേ എഴുതി അയച്ചപ്പോ എന്നെ ഈ ഉസ്താദ് തന്നെ ആ ദർസിലേക്ക് ആക്കി. അത് ശരി. മനസ്സിലായോ? അപ്പൊ സേ എഴുതാൻ കഴിഞ്ഞില്ല. സേ എഴുതി ജയിച്ചു, ആ അങ്ങനെ ജയിച്ചു. പക്ഷെ ഗവൺമെന്റിൽ കിട്ടിയില്ല +1. ഓ അങ്ങനെ വന്നപ്പോ ഈ ഉസ്താദ് എന്നെ ദർസിലേക്ക് ആക്കി. അത് ശരി. ഈ ഉസ്താദിന് ഉസ്താദാക്കണേന് നാട്ടില് നിങ്ങളെ വീട്ടുകാരല്ലേ? ഏഹ് ഉസ്താദാണോ ആക്കുന്നത് അതോ നിങ്ങളെ വീട്ടുകാരോ? വീട്ടുകാരല്ല, ഉസ്താദാണ് ആക്കിയത്. എന്താ ഉസ്താദിന് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് എന്താണ് നിങ്ങളെ വീട്ടുകാരുടെ മേലെ? അത് ഉസ്താദിന് ഒരു അധികാരമൊക്കെ ഉണ്ടല്ലോ നാട്ടിലെ കുട്ടികളല്ലേ. അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണല്ലേ? അങ്ങനത്തെ ഉം. തന്നെയാണ്. എന്നിട്ട് ഉസ്താദ് നിർബന്ധിച്ച് വീട്ടുകാരെ കൊണ്ട് ദർസിലാക്കിച്ചു. ദർസിലാക്കി വെച്ചു. ഉം. പ്രൈവറ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ ഫീസ് കൊടുക്കണ്ടേ. ആ അങ്ങനെ വന്നപ്പോ അത് കുടുംബത്തിലേക്ക് പോയി, ഉം. ദർസിലേക്ക് പോയി ചേർന്നു. ഓക്കെ, ആ ദർസാണ് ഈ എറണാകുളത്ത്. അതെ അതെ, ഉം. അപ്പൊ 10ാം ക്ലാസ് മുതൽ പിന്നെ ദർസാണ്. ദർസാണ്. ആ ശരി. ഈ കളമശ്ശേരി ഇത് ഭാഗത്താണോ മനഃപൂർവ്വം ദർസ്? ചതിച്ചതായിരുന്നു. പലിശയാണെന്ന് ഉസ്താദ് അറിഞ്ഞുകൊണ്ട് തന്നെ ചതിച്ചതായിരുന്നു. ആ കളമശ്ശേരി ഭാഗത്തായിരുന്നോ ദർസ്? അതെ അതെ, കളമശ്ശേരി ഭാഗത്ത്. ഉം. ഓക്കെ. അപ്പോ ദർസ് പഠനത്തിന്റെ സമയത്ത് ഈ നമ്മൾ സാധാരണ പറയാറുള്ള ഈ വെളിച്ചെണ്ണ കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഉണ്ടായിട്ടില്ല. ഇല്ല ഇല്ല. അവിടെ ഉസ്താദുമാർ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിരുന്നോ? പ്രശ്നം എന്ന് പറഞ്ഞാൽ അടിപിടി കൂടും, വേറെ ആ ഒന്നുമില്ല. വെളിച്ചെണ്ണ കഥകളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല ഇല്ല, അതൊന്നും ഉണ്ടായിട്ടില്ല. അതവിടെ കുറവായിരുന്നു.
കുറവായിരുന്നു. അത് ശരി. അപ്പൊ മതമാണ് ഇങ്ങനെ കേറുന്ന തലയിലേക്ക്. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹം പഠിച്ച് ഒരു നല്ല ഉദ്യോഗത്തിലേക്കൊക്കെ പോകാനായിരുന്നു. നല്ലൊരു അക്കൗണ്ടന്റ് ആവാനായിരുന്നു എന്റെ ആഗ്രഹം. ഇപ്പോഴും സമയം വൈകിട്ടൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോഴും ലഭിക്കുന്ന സമയത്തിൽ നിങ്ങളൊരു സി എ കോഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ACC എന്നൊക്കെ പറഞ്ഞിട്ട് ചില കോഴ്സുകളൊക്കെ ഉണ്ട്. കുറച്ചും കൂടിയും ഉവ്വ. എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് അറിയുന്നത്. അത് അന്വേഷിക്കുക. ആ എന്നിട്ട് അതൊക്കെ കുറച്ചും കൂടിയും നല്ല കോഴ്സാണ്. കുറച്ചുകൂടി വിദേശത്തേക്കൊക്കെ പോകാനൊക്കെ പറ്റുന്നതാണ്. ആ ആ അപ്പൊ അങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്താല് നിങ്ങൾക്ക് കുറച്ചുകൂടിയും അതിന് 10ാം ക്ലാസ് മതി. പ്ലസ് ടു കഴിഞ്ഞല്ലേ? പ്ലസ് ടു കഴിഞ്ഞു, ബികോം ആണ്. ബികോം അതല്ല, +2 ആണ് അതിന്റെ ബേസ് വേണ്ടത്. ഉവ്വ. അത് കഴിഞ്ഞതാണല്ലോ. ഉം. അപ്പോ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ശ്രമിക്കാം. ACCA എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. ACCA. ആ ഞാൻ ശ്രമിക്കാം. അത് CA-നേക്കാൾ പക്ഷെ കുറച്ചും കൂടിയും പക്ഷെ സാറേ, അത് ഈ മതം ഇങ്ങനെ പഠിച്ചാലുണ്ടല്ലോ, ആ നമുക്ക് ഭൗതികമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതെന്തേ? ഇവര് പഠിപ്പിക്കുന്ന നിയമങ്ങളും ചിട്ടാവട്ടങ്ങളും ശീലങ്ങളും ആയിപ്പോവും കുട്ടിക്ക്. അറിയാതെ അങ്ങനെ ആയിപ്പോയി. അറിയാതെ തന്നെ ആയിപ്പോവും. ഒരു സ്റ്റുഡന്റിന് അങ്ങനെ ആയിപ്പോവും. ഏതായാലും ഏത് സ്റ്റുഡന്റ് ആയാലും. പക്ഷെ നിങ്ങളിപ്പോ അതിൽ നിന്നൊക്കെ മാറിയിട്ടല്ലേ ചിന്തിക്കണേ. മാറിയിട്ട് കുറെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെ വലിയ കാര്യമില്ല. ബാക്കി നിങ്ങൾക്ക് ആവുന്നേ. നിങ്ങൾ ആ ഒരു എക്സ്പോഷർ കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. ഈ ലോകം എങ്ങനെയാണ് നിങ്ങള് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കണെന്നുള്ളതിനെ കുറിച്ചൊരു ധാരണക്കുറവിന്റെ പ്രശ്നമാണത്. ആ ആ ആ അത് നിങ്ങൾ ഈ ഒരു എക്കോ ചേമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കൂ. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ലേ? ഉവ്വ. അപ്പോഴല്ലേ കാര്യം. ഇപ്പൊ നമ്മളൊക്കെ എങ്ങനെയാ ഇതുപോലെയൊക്കെ എത്തിയത്? നമ്മളൊക്കെ മറ്റു മതക്കാരായിട്ടുള്ള ആളുകളോടും അല്ലാത്തവരോടും ഒക്കെ കൂടുതൽ ഇടപഴകുകയും അവരുമായിട്ടൊക്കെ മനസ്സിലാക്കുകയും അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തല്ലേ എല്ലാവരും എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലായത്. അതെ അതെ. അപ്പോ അല്ലാതെ ഇപ്പൊ നമ്മൾ ഒരു തടവിലായ അവസ്ഥയാണ്. അതെ. അപ്പൊ നമ്മൾ ആ ഒരു സാഹചര്യം മനഃപൂർവ്വം നമ്മൾ ഉണ്ടാക്കി അത് നമ്മൾ ജീവിക്കണം അതിനകത്ത് ഇനിയെങ്കിലും. ഓ, എന്നാലും ആ ഉസ്താദ് ചെയ്ത ചതി എത്ര വലിയ ചതിയാണെന്ന് നോക്കി. വളരെ വലിയ ചതിയാണ്. ഇതൊക്കെ തന്നെയാണല്ലോ നമ്മളെപ്പോഴും പറയുന്നത്. ഈ മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആളെ 6ാം നൂറ്റാണ്ടിലേക്ക് തളച്ചിടുന്ന സാധനമാണ്. ആ അതാണ് ഈ പ്രശ്നം. ഇസ്ലാം എന്ന സാധനം പ്രത്യേകിച്ചും. ആ പ്രത്യേകിച്ച് നിങ്ങളെ പോലെ ആംബിഷ്യസ് ഒക്കെ ആയിട്ടുള്ള ആളുകളെ ഏത് കുഴിയിലാ കൊണ്ടിട്ടിരിക്കണത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമമുണ്ട്. കാരണം നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. കാരണം ആ നിങ്ങൾ അകപ്പെട്ട കുഴി ഇങ്ങനത്തെ കുഴിയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു കുഴി വീണ ആളാണ്. ആ ഹോമിയോ എന്ന് പറയുന്ന ഒരു കുഴിയില്. ഉവ്വ. അത് ഇതേപോലെ ഒരു ജെനുവിൻ ആയിട്ടുള്ള സാധനമാണെന്ന് വിചാരിച്ച് നമ്മൾ പോയി പഠിക്കുന്നു. ആ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് കുറെ അമ്പും വില്ലും പിന്നെ മറ്റേ കല്ല് പെറുക്കി എറിയലൊക്കെയാണെന്ന്. ഉവ്വ. ആധുനിക ലോകത്ത് അസുഖത്തെ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടടുത്ത് അവിടെ വേണ്ടത് ആന്റിബയോട്ടിക്സും സർജറിയും ഒക്കെ വേണ്ട സമയത്ത് നമ്മളെ കയ്യിൽ അമ്പും വില്ലും തന്നു വിട്ടിട്ട് വല്ല കാര്യമുണ്ട്? ആ ആ അത് തിരിച്ചറിയാണ്. ഇത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സാധനമാണ് നമ്മളെ കയ്യിൽ ഇരിക്കണേന്ന് നമ്മൾ തിരിച്ചറിയുമ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്നാലും സാറിന് ഭൗതിക ലോകത്തോടെ ഒരു ബന്ധമുണ്ടല്ലോ. അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞേ. അതുകൊണ്ട് എനിക്ക് നിങ്ങളായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റുകയാണ് ആ വിഷയം. അതെ അതെ അതെ. നമ്മൾ ലക്ഷ്യം വെച്ചതും നമ്മൾ പഠിച്ചതും തമ്മിൽ ബന്ധമില്ലാതെ ആയി പോകുമ്പോ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. ആ അതാണ് നമ്മൾ അതിന് മനസ്സിലാക്കുന്നത്. പക്ഷെ എനിക്കത് സാറിനും ഇതൊക്കെ പെട്ടെന്ന് തന്നെയാണോ സംഭവിച്ചത്? ഓ സാറിനും ഇതൊക്കെ തന്നെയാണോ സംഭവിച്ചത്? നമ്മൾ പിന്നെ +2 ഒക്കെ പഠിച്ചു. പക്ഷെ ഈ ഹോമിയോ ആ പഠിച്ചതിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. ഉവ്വ ഉവ്വ. അത് എൻട്രൻസ് എഴുതി കിട്ടുന്നതാണല്ലോ. ആ അത് ശരിയായ ഒരു സാധനമാണ്, ജെനുവിൻ ആയിട്ടുള്ള സാധനമാണെന്ന് വിചാരിച്ച് നമ്മൾ പോയി പഠിക്കുന്നതാണത്. ആ അപ്പൊ നിങ്ങൾ പോയി അതൊരു പഠിച്ചത് ഭൗതിക ലോകമാണ്. ഭൗതികതയുടെ പ്രശ്നമല്ല, അത് അശാസ്ത്രീയതയുടെ പ്രശ്നമാണ്. അതിന്റെ ആ പ്രായോഗികതയുടെ പ്രശ്നമാണ് അത്. ഉവ്വ ഉവ്വ. ആ മനസ്സിലായി? അത് അപ്ലിക്കബിൾ അല്ല. നിങ്ങൾക്ക് ഹോമിയോ മരുന്ന് അതെങ്കിലും കൊടുത്തിട്ട് ഒരു അസുഖം ജെനുവിൻ ആയിട്ടുള്ള ഒരു നേതാക്കന്മാരാരെങ്കിലാണോ പഠിപ്പിച്ചത്, പഠിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത്? അല്ല. അത് നമ്മുടെ നാട്ടിലെ സർക്കാർ ആ ആ സർക്കാരിന്റെ ലിസ്റ്റിൽ ആ കോഴ്സ് ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ പഠിച്ചത്. അതെ അതെ. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പഠിക്കുവോ? ആ ഇല്ലല്ലോ. ഇല്ല, എന്തുമാവട്ടെ. അങ്ങനെ ഒരു കോഴ്സ് ഇവിടെ കൊടുക്കുന്നില്ല. ശാസ്ത്രീയമായ സാധനങ്ങൾ മാത്രമേ പഠിപ്പിക്കുള്ളൂ എന്നൊരു നിർബന്ധം ഗവൺമെന്റിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ടി വരുമോ? ഇല്ലല്ലോ. ഇല്ല ഇല്ല. ശാസ്ത്രീയമാണോ അല്ലയോ എന്ന് തീരുമാനിച്ച് അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത അത് വിദ്യാർത്ഥികൾക്കല്ലല്ലോ വെച്ചു കൊടുക്കേണ്ടത്. അതിന്റെ ആ ഉത്തരവാദിത്തം ഇവിടെ പോളിസി മേക്ക് ചെയ്യുന്ന ആളുകളല്ലേ ചിന്തിക്കണ്ടേ. ആ അവരതിനകത്ത് ഉഴപ്പി. എന്തായാലും സാറിനോട് സംസാരിക്കാൻ പറ്റിയത് ഭാഗ്യം. ആ എന്തായാലും സന്തോഷം. നിങ്ങള് എന്തായാലും സമയം വൈകിട്ടൊന്നുമില്ല. എത്ര വയസ്സായിപ്പോ? എനിക്കിപ്പം 35 വയസ്സായി. ഓ വളരെ യങ്ങാണ്. അതെ.
ഓക്കെ. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഉള്ള ജോലി എടുക്കുന്ന സമയത്ത് ഫീസ് ഉണ്ടാക്കാനുള്ള വഴി നോക്കിയിട്ടേ ആ ഒരു ലോണൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കുക. ഉവാ എന്നിട്ട് പോയി ഈ സംഗതി പഠിക്കും. ഇൻഷാ അല്ലാ. എന്നിട്ട് പോയി നിങ്ങൾ നല്ല ജോലി കണ്ടെത്തുക. ആ അല്ലാതെ നിങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ വേണ്ടി പുതിയ മതം ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചാൽ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള കാലം മതത്തിനൊന്നും നിലനിൽപ്പില്ല. ആളുകളൊക്കെ ബോധം വെച്ചു തുടങ്ങി. ഉവാ നിങ്ങളിപ്പോ ഇതാ ഇന്നലെ ഒരു അപകടം ഉണ്ടായി ആലപ്പുഴ ഭാഗത്ത്. ആ ഞാൻ അറിഞ്ഞിരുന്നു. അതിന്റെ താഴെ വരുന്ന കമന്റുകളുടെ മറുപടികൾ നിങ്ങളൊന്ന് പോയി നോക്കിയേ. ഞാനതൊന്നും നോക്കിയില്ല. അതില് ആളുകൾ വന്ന് പറയുന്നത് എന്താണ്? ആ കുടുംബത്തിന്റെ ഒരു ദുഃഖം ഒരു പടച്ചോൻ ഉസ്താദിന്റെ പോ- അല്ലേ? അല്ലല്ല, ഞാൻ പറയുന്നത് ഏ, ആ വാർത്തയുടെയൊക്കെ താഴെ വന്നിട്ട് ആളുകൾ വന്നിട്ട് പറയുന്നത് ഈശ്വര രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥനയാണ്. ആ അവരുടെ ദുഃഖം ചെറുതാക്കി കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോ ആളുകൾ വന്നിട്ട് കോമഡിയാക്കി കളയാണ്. ആ ആ അതായത് ഈ എന്തിനാണ് ഈ ദുഃഖം ഉണ്ടാക്കിയിട്ട് പിന്നെ അത് ചെറുതാക്കാൻ നിൽക്കണത്? അത് വണ്ടി ഉവാ ഇടിപ്പിക്കാതിരുന്നാ പോരായിരുന്നോ? മതിയായിരുന്നു. അപ്പൊ ദൈവത്തിന് എന്താ പണി എന്ന് നാട്ടുകാരിപ്പോ ചോദിച്ചു തുടങ്ങി. ആ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിനകത്തുനിന്ന് പട്ടീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പടച്ചവന് ഓടി ഇറങ്ങേണ്ട കാര്യം എന്താ ഉള്ളത്? ഉരുൾപൊട്ടൽ ഉണ്ടാക്കാതിരുന്നാ പോരെ? എനിക്ക് ഭൗതികമായ ലോകത്തേക്ക് എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വരാൻ സാധിക്കുമോന്നൊന്നും എനിക്ക് അറിയില്ല. വര വരാതിരിക്കുക വേറെ കാര്യം. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ആ നിങ്ങൾ കാര്യകാരണങ്ങളെ ബന്ധിപ്പിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. എല്ലാത്തിലും ഈ അന്ധമായ ഏതെങ്കിലും കഥകളോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞതിന്റെ പേരിലോ ഒന്നും അല്ല ഒരു കാര്യം ചേർത്ത് വെക്കേണ്ടത്. അതെ അതെ. സ്വന്തം ബുദ്ധി ചിന്തിക്കുക, ബുദ്ധി വെച്ചിട്ട്. പിന്നെ ഒരു മതത്തിനെ പറ്റിയ അഭിപ്രായം, ഓ, മതത്തിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോ എന്താണ് മതത്തിനെ പറ്റി പറയാനുള്ളത്? ഈ ഹൈന്ദവ മതത്തിലെ ജീവിത നിയമങ്ങൾ ഏറെക്കുറെ ആധുനിക ലോകത്ത് അക്സെപ്റ്റബിൾ ആവുന്നുണ്ട്. അതെന്തുകൊണ്ടാ? അതാ അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ആയതുകൊണ്ടാണ്. ഓ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ക്ലിയർ ആയത് ഉള്ള നിയമങ്ങളാണ്. അതുകൊണ്ടല്ല. ഏ അത് ക്ലിയർ ആണെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അതെ. ആ അത് ദൈവങ്ങൾ ഉണ്ടാക്കിയതല്ല, അത് മനുഷ്യന്മാരുണ്ടാക്കിയതായതുകൊണ്ട്. ആ, പിടികിട്ടിയോ? അത് മനുഷ്യൻ ആ, അവന് കുറെ വളർന്നു വരുന്ന കാലത്തിനനുസരിച്ചിട്ട് അവൻ അതിൽ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഹിന്ദു മതത്തിന്റെ പല നിയമങ്ങളിലും. ഉവ്വ ഉവ്വ. ഇസ്ലാമിൽ അത് നടക്കില്ല. ഇസ്ലാമിൽ ഇപ്പോഴും അടിമ സമ്പ്രദായം ഹലാലാവുന്നത് അതുകൊണ്ടാണ്. ജന്മിത്തം, ജൻ ജന്മിത്തം അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അടിമത്തം. അടിമത്തം. ജന്മിത്തമൊക്കെ അടിമത്തമുണ്ട്, വേറൊരു ജന്മിത്തമുണ്ട്, വിഷയമാണ്. രണ്ടുമുണ്ട്. രണ്ടുമുണ്ട്, രണ്ടും ഇസ്ലാമിലുണ്ട്. അതെ, അല്ല നമ്മളിപ്പോ പറഞ്ഞത് അടിമത്തത്തെ കുറിച്ചാണ്. ആ ആ സാധനം പോലും നമ്മൾ ഇന്ന് ഹലാലാണെന്ന് വാദിക്കേണ്ടി വരുന്നത് ആ ആ അത് ഇസ്ലാം ഇപ്പോഴും അതിനെ പരിഷ്കരിക്കാൻ തയ്യാറാവാത്തതുകൊണ്ടാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ഈ അടിമത്തം നിലനിന്നത് ഇസ്ലാമിന്റെ കീഴിലാണ്. ഉവ്വ ഉവ്വ 14 സെഞ്ചുറിയാണ് നിന്നത്, 14 നൂറ്റാണ്ട്. ഉവ്വ. എന്ന് വെച്ചാൽ അത്രയും കാലം അത് കൊണ്ടു നടന്നു ഇസ്ലാം. ആ ബാക്കിയുള്ളതൊക്കെ 3-4 നൂറ്റാണ്ട് കൊണ്ട് അപ്രത്യക്ഷമാകുന്ന ഘട്ടത്തില് ഓ, ലോകം അടിമത്തം സാറിനെ കിട്ടാൻ നിരോധിച്ചപ്പോഴും. വൈകിപ്പോയി, വളരെ വൈകിപ്പോയി സാറിനെ കിട്ടാൻ. ഓ, സാറിന്റെ കിട്ടാനേ, എന്താണ്? സാറുമായിട്ട് സംസാരിക്കാനേ, ആ സാറുമായിട്ട് സംസാരിക്കാൻ ആ ഞാൻ ഒരുപാട് വൈകിപ്പോയി. എത്ര നാള് വൈകിപ്പോ? ഒരു 10 കൊല്ലത്തെ വഴക്കുണ്ട്. 10 കൊല്ലം മുന്നേ നമ്മൾ കണ്ടിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ചിലപ്പോ നിങ്ങളെ പിടിച്ച വല്ല ജിഹാദിയാക്കി കളയുമായിരുന്നു. അയ്യോ. നമ്മളിപ്പൊ കണ്ടത് നന്നായി എന്ന് പറഞ്ഞാൽ മതി. ആ അതെ. മുന്നേ എന്നെ കണ്ടിരുന്നെങ്കിൽ നമ്മളെ പെങ്ങളൊന്നും എന്നോട് മിണ്ടാറില്ല. കാരണം അവളെയൊക്കെ വലിയ ജിഹാദിയാക്കിയത് ഞാനായിരുന്നു. ഓ പഠിച്ചോനെ. ഇപ്പൊ അവളിപ്പോഴും ജിഹാദിയാണ്. അയ്യോ. നമ്മളിപ്പോ മതമൊക്കെ വിട്ടു. ആ അപ്പൊ അതുകൊണ്ട് നമ്മൾ പണ്ട് കാണാതിരുന്നത് നന്നായി എന്ന് പറയും. അതാണ് ശരി. ഇപ്പൊ ഈ കണ്ടത് പരിപാടി നന്നായി. ഒരു 10 കൊല്ലം മുമ്പേ തുടങ്ങേണ്ടതായിരുന്നു. പരിപാടിയൊക്കെ പത്ത് കൊല്ലം മുന്നേ ഉണ്ട്. പക്ഷെ വിഷയം അത് അന്ന് പറയാനുള്ള വേദിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സ്വീകരിക്കുന്ന ഒരു കാലമോ ആയിരുന്നില്ല. ജോസഫ് ആയിരുന്നില്ല. മാഷ കൈയൊക്കെ വെട്ടിപ്പോയതൊക്കെ കേട്ടിട്ടില്ലേ? അതെ അതെ അതെ. ചേകന്നൂർ മൗലവിയെ കൊന്നത് കേട്ടിട്ടില്ലേ? ചേകന്നൂർ ഉവ്വ. മൗലവിയൊക്കെ എത്ര മാന്യമായിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ അഡ്രസ് ചെയ്ത് വന്നിരുന്നത്, മതത്തിനകത്ത് ആ തന്നെ നിന്നിട്ട്. ആ മാഷ എവിടെ പോയി? ചേകന്നൂർ മൗലവി എവിടെ പോയി? ഈ പുരോഹിതന്മാരുടെ ശ്രദ്ധയാണ് ഇതിന്റെ പിന്നിൽ. യെസ്. അപ്പൊ പുരോഹിതന്മാർ ഇപ്പോഴാണൊന്ന് മെരുങ്ങിയത്. ആ അതിന് വഴിവെച്ചത് ഈ ഇന്റർനെറ്റ് ഒക്കെയാണ്. ഉവ്വ ഉവ്വ. അപ്പോ ഇന്റർനെറ്റ് ഇവിടെ ഉള്ള കാലമാണല്ലോ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. AI ഒക്കെ അതെ കാലം കൂടിയാണ്. അതെ അതെ. ഇസ്ലാമിന്റെ ഒക്കെ പരിപ്പളകും ഓൾറെഡി ഇളകി ആ കഴിഞ്ഞു. ആ ഓക്കെ. അപ്പൊ എന്തായാലും
നിങ്ങളെ മെസ്സേജ് ഞാൻ ഓർക്കുന്നു. ഒരു തലയെക്കെട്ട് കെട്ടിയ ഒരു ഫോട്ടോ ഉള്ള ആളാണോ ആ അതെ അതെ പ്രൊഫൈൽ അതെ പിക്ചർ? അതെ. ആ, ശരി ശരി. പേര് ഞാൻ ഓർക്കുന്നില്ല. ആ എന്തായാലും ഇത് ഓഡിയോ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, യാതൊരു കുഴപ്പമില്ല. കുഴപ്പമില്ല. ആ, ശരി. അപ്പൊ എന്തായാലും പബ്ലിഷ് ചെയ്യാം, ആളുകൾ കേൾക്കട്ടെ. ആ മാരിബ് കൊടുക്കാൻ നേരായോ? സമയമാണുള്ളൂ, സമയമാണുള്ളൂ. സമയമാണല്ലോ. നിങ്ങൾ നല്ല ഈണത്തിലാണോ ബാങ്ക് കൊടുക്കുക? അതെ അതെ, നല്ല മനസ്സിലാണ്. ഒന്ന് ബാങ്ക് കൊടുത്ത് ഒന്ന് കേൾക്കട്ടെ. ഓ, അതിപ്പോ വേണ്ട. ആണോ? എന്റെ ഡിങ്ക ബാങ്ക് ഒന്ന് നിങ്ങൾ ബാങ്ക് കൊടുത്ത് തരുമോ എനിക്ക്? ഓ, അതിന് ഞാൻ കഴിയില്ല. ഞാൻ എന്റെ ശബ്ദത്തിൽ കൊടുത്തിട്ട് അതങ്ങോട്ട് ശരിയായിട്ടില്ല. അതൊന്നും കഴിയില്ല. നിങ്ങളൊന്ന് കൊടുത്തു തരണം. നിങ്ങൾക്ക് തോന്നുമ്പോ മതി, ഞാൻ ലിറിക്സ് അയച്ചുതരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ അറബി ആ ടോൺ ഉണ്ടല്ലോ, നിങ്ങളുടെ ആ ഒരു മണിക്കലും നീട്ടലൊക്കെ വെച്ചിട്ട് തജ്വീദ്. അതെ. ആ, അത് അജീവീത് അതന്നെ. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്റെ ഡിങ്ക ബാങ്ക് ഒന്ന് കൊടുത്തിട്ടേ ഒരു വോയിസ് ആ എനിക്ക് അയച്ചതാ. നോക്കാം. അപ്പൊ എനിക്ക് എന്റെ ചാനലിൽ ഇടാലോ. ഉം. എല്ലാ ദിവസവും 5 നേരം അതും പ്ലേ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഡിങ്ക ബാങ്ക്. സമയം കിട്ടണ്ടേ, പരിപാടിക്ക് സമയം കിട്ടില്ല. കിട്ടുമല്ലോ അല്ലെ? ആ ആയിക്കോട്ടെ, അപ്പൊ ഞാനത് അയച്ചുതരാം. ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ധൈര്യമായിട്ടിരിക്കെ. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ആലോചിക്ക്, സാറും പഠിക്കുന്നതിനെ ഇങ്ങനെയൊക്കെ കുറിച്ചിട്ട്. പെട്ടിട്ടുണ്ടെന്നല്ലേ? ഓ, സാറും ഇങ്ങനെയൊക്കെ പെട്ടിട്ടാണ് വന്നേക്കണത്. പിന്നല്ലാതെ ഇതൊക്കെ കുറെ ഉം. കണ്ടിട്ടല്ലേ നമ്മൾ വന്നിരിക്കണേ. നിങ്ങൾ ഈ ആ മോറിസ് ബുക്കായിനൊന്നും ഇനി എവിടെ പോയി പറഞ്ഞേക്കരുത്. ഇല്ല ഇല്ല. അതൊക്കെ അവര് തന്നെ തള്ളിക്കളഞ്ഞ കാര്യങ്ങളാണ്. ആ നിങ്ങൾ ഈ സിന്ദാനി പ്രൊജക്ട് ഒന്ന് സെർച്ച് ചെയ്തിട്ടേ അതൊന്ന് പഠിക്ക്, അപ്പൊ കാര്യം ആ മനസ്സിലാവും. ഉം. സിന്ദാനി, ഉം. ZINDANI, സിന്ദാനി. വാ. ആ, അതൊരു യമനി പണ്ഡിതനാണ് ഈ സിന്ദാനി. ആ പുള്ളി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൊല്ലാപ്പാണ് ആ സാധനം. ആ ഇസ്ലാമിന്റെ അടിവേരളക്കിയ സാധനമാണ് അത്. വാ. ആളുകളെ പറ്റിച്ചത് കുറച്ച്, നമ്മളൊരു നുണ പറഞ്ഞ് നമുക്ക് അധികം നാൾ പിടിച്ചു വെക്കാൻ കഴിയില്ലെന്നേ. ഈ നമ്മൾ പുരോഹിതന്മാര് വിദ്യാർത്ഥികളെ നല്ലോണം ചതിക്കുന്നുണ്ട് സാറേ. അതെ, അതാണല്ലോ നമ്മൾ പറയുന്നത്. ആ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങള് എനിക്ക് മനസ്സിലാവുന്നു. നമ്മൾ ആ പറഞ്ഞ വഴികൾ നിങ്ങളൊന്ന് ആലോചിക്ക്, എന്നിട്ട് രക്ഷപ്പെടാൻ നോക്ക്. ശ്രമിക്കാം. ഓക്കെ, ഇഷ്ടംപോലെ ഓക്കെ വഴികളുണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ ശരി. ശരി, താങ്ക് യു. ഓക്കെ, ബൈ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitu moyal rasulu Dingah. Ashhadu anna mitu moyal rasulu Dingah. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar,